നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഹയർ സെക്കൻഡറി ക്രിസ്മസ് പരീക്ഷയെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ ആണ്. 9-ാം തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നത്. അതായത് ഡിസംബർ 9-ാം തീയതി പരീക്ഷ ആരംഭിക്കുന്നു. 19-ാം തീയതിയാണ് പരീക്ഷ അവസാനിക്കുന്നത്. 9/12/2024 തുടങ്ങുകയും 19/12/2024 അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ക്രിസ്മസ് പരീക്ഷ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ +1-നും +2-നും പരീക്ഷ ഉണ്ടായിരിക്കും. നമ്മുടെ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് DHSE ആണ്. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് DHSE ആണ്. അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സ് സ്വയം തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ല എന്ന് അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്? എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ പഠിക്കേണ്ടത് സ്കീം ഓഫ് വർക്ക് വെച്ചിട്ടാണ്. സ്കീം ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട്. അതായത് ഓരോ വിഷയവും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതുണ്ടോ, പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് സ്കീം ഓഫ് വർക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എല്ലാം കൂടെ വാരി വലിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ സ്കൂളിൽ നമുക്ക് കൃത്യമായിട്ട് പാഠഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് സ്കീം ഓഫ് വർക്ക് വെച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പൊ ഈ സെക്കൻഡ് ടേമിലേക്ക് അല്ലെങ്കിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് മിഡ് ടേമിലേക്ക് നമുക്ക് പിന്നെ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഓരോ വിഷയത്തിന്റെയും ടീച്ചേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഇനി അങ്ങനെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, എന്തൊക്കെ പഠിക്കണം എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ഓരോ സബ്ജക്റ്റിന്റെയും ഞാനത് നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. അതായത് +1 ആയാലും +2 ആയാലും. ഓക്കെ, അപ്പോൾ പറഞ്ഞു സ്കീം ഓഫ് വർക്ക് വെച്ചിട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ടേമിൽ പരീക്ഷ നടന്നിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ടേമിൽ നടന്ന പരീക്ഷയുടെ ഏകദേശം 20% ചോദ്യങ്ങൾ നമ്മുടെ ഈ ഒരു അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതായത് നമുക്ക് ആദ്യം നടന്ന ഒരു പരീക്ഷയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നല്ലോ. അതായത് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് 20% ചോദ്യങ്ങൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, പരീക്ഷ നടക്കുന്നത് എല്ലാ ദിവസങ്ങളിലും, അതായത് 9-ാം തീയതി മുതൽ ഡിസംബർ 9 മുതൽ 19-ാം തീയതി വരെയാണ്. 19 ഡിസംബർ 2024 വരെയാണ് പരീക്ഷ നടക്കുന്നത്. എല്ലാ പരീക്ഷകളും നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്, ആഫ്റ്റർനൂണിലാണ് കേട്ടോ. എല്ലാ പരീക്ഷകളും +1-നായാലും +2-നായാലും പരീക്ഷകൾ നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊക്കെ വിഷയങ്ങളിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇനി ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക, പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പുതിയ ടൈം ടേബിളും അതുപോലെ തന്നെ, അതായത് ഈ പരീക്ഷയ്ക്കുള്ള ടൈം ടേബിളും പരീക്ഷയ്ക്ക് എന്തൊക്കെ ഭാഗങ്ങൾ പഠിക്കണമെന്ന് കൃത്യമായിട്ട് അനാവരണം ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.